Hi friends, welcome to my channel. Okay, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ്. അപ്പോൾ എൻ്റെ ഈ ഒരു ലുക്ക് കണ്ടില്ലേ, ഇതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിലോ അല്ലെങ്കിൽ കോളേജിൽ പോകണമെങ്കിലോ ഓഫീസിൽ പോകണമെങ്കിലോ ഒക്കെ അധികം മേക്കപ്പ് ഒന്നും നമുക്ക് ഇട്ടുകൊണ്ട് പുറത്തു പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളവർ ഇപ്പോൾ ഫൗണ്ടേഷൻ അതുപോലെ അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എല്ലാം നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികളെല്ലാം മിക്കവാറും വളരെ ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിമ്പിൾ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇടാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലുക്ക് മേക്കപ്പാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. ഹലോ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യം എൻ്റെ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് ആദ്യം യൂസ് ചെയ്യുന്നത് പതഞ്ജലിയുടെ ആലോവേര ജെല്ലാണ്. അപ്പോൾ എൻ്റെ സ്കിൻ കുറച്ച് ഡ്രൈ സ്കിന്നാണ്. ഞാൻ അതുകൊണ്ട് ഈ ആലോവേര ജെല്ലിൽ കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിലും അതുപോലെ തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിലും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കണം. ഇതെൻ്റെ സ്കിന്നിന് പെർഫെക്റ്റ് ആണ് മോയ്സ്ചറൈസ് ആയിട്ട്. അപ്പം ഞാൻ ഇതാണ് മോയ്സ്ചറൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് ആദ്യം ഇത് അപ്ലൈ ചെയ്യാം. നമ്മൾ എന്ത് അപ്ലൈ ചെയ്താലും നെക്കിലൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെയായാലും പുറത്തു പോകുമ്പോൾ നമ്മളൊരു സൺസ്ക്രീൻ ലോഷൻ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലോട്ടസിന്റെ സേഫ് സൺ മാറ്റ് ലുക്ക് സൺസ്ക്രീൻ ആണ്. പിന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. കുറച്ചെടുക്കുക, ഇത്രയും പ്രോഡക്റ്റ് എടുക്കുക. ഞാൻ എപ്പോഴും എൻ്റെ മൂക്കിലാണ് ആദ്യം അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. നെക്കിലും അപ്ലൈ ചെയ്യാം. ഇനി ഞാനൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാണ്. അപ്പം ഇതൊരു മെറൂൺ ഷെയ്ഡുള്ള ലിപ്സ്റ്റിക്കാണ്. എന്താണ് എലി കളർ പോപ്സ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. കണ്ടോ, ഇതൊന്ന് അപ്ലൈ ചെയ്യാണ് ഞാൻ. ഇത് നമുക്ക് കണ്ണിന്റെ ഈ ഒരു ഭാഗത്തായിട്ടും അപ്ലൈ ചെയ്യാൻ കുറച്ചെടുത്ത്. കുറച്ച് മതിയേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു കോമ്പാക്ട് പൗഡറാണ്. നമ്മുടെ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോമ്പാക്ട് പൗഡർ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചേംബറിന്റെ കോമ്പാക്ട് പൗഡറാണ്. നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ മണ്ടയിൽ നമ്മൾ ഇതിട്ടല്ലോ, അപ്പൊ ഇതിന്റെ മണ്ടയിലും കൂടി ഈ പൗഡർ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു കറക്റ്റ് ഒരു നീറ്റ് ഒരു നല്ല ഫിനിഷ് നമുക്ക് കിട്ടും. നമ്മുടെ നെക്കിലൂടെ അപ്ലൈ ചെയ്യാൻ മറക്കല്ലേ.
ഇപ്പം നമ്മൾ നാട്ടിലുള്ളവരൊന്നും അധികം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. കൂടുതലും ഇത്രയും വളരെ കുറച്ചായിട്ടേ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും മേക്കപ്പ് ചെയ്യാറുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ കൂടുതൽ പേരും ഇപ്പോൾ ടാൽക്കൺ പൗഡർ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ ടാൽക്കൺ പൗഡറിനേക്കാളും കുറച്ചുകൂടെ നല്ലത് ഈ ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇപ്പം നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ചുള്ളത്, നമ്മുടെ സ്കിൻ കളറിന് ചേരുന്ന ടൈപ്പിലുള്ള കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഐബ്രോയിൽ ഈ ഹെയർ ഇല്ലാത്ത ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഇത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ADSന്റെ ഈ ഒരു ഐബ്രോ പെൻസിലാണ്. അപ്പോൾ നിങ്ങൾ മെറൂൺ ബ്രൗൺ കളറ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഐബ്രോ ഷേപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പിരികും രണ്ടും ഇങ്ങനെ ജസ്റ്റ് വില്ല് പോലെ ഇങ്ങനെ വെക്കുക. അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു ഷേപ്പിൽ അത് വരച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഐബ്രോ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞ നമ്മൾ ഐബ്രോ വരയ്ക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മുടെ ഈ ഒരു പിരികും രണ്ടും ഇങ്ങനെ വില്ല് പോലെ ഇങ്ങനെ വെക്കുക. അപ്പം നമുക്ക് നല്ലൊരു കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ വില്ല് പോലെ വളച്ച് വരയ്ക്കാൻ പറ്റും. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലക്മേയുടെ ഈ ഒരു ഐലൈനറാണ്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു കാജലാണ്. ഞാനിവിടെ മേബിലിൻ്റെ കൊളോസൽ കാജലാണ് എടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പെയിന്റ് ഒക്കെ പോയി കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാനൊരു ചെറിയൊരു റെഡ് പൊട്ടൂടെ വെക്കുകയാണ്. എങ്ങനെയുണ്ട്?
എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് ലുക്ക്? അപ്പോൾ നിങ്ങൾ എന്നെ എന്നും കാണുമ്പോൾ എന്നെ കാണുമ്പോൾ എൻ്റെ ഒരു മേക്കപ്പ് ലുക്ക് ഇത് തന്നെ ആയിരിക്കും. ഞാൻ ഈ ഒരു മേക്കപ്പാണ് എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇപ്പം അത്യാവശ്യം എന്തെങ്കിലും മാരേജ് ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു വ്യത്യാസം കാണും, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക്. ഇത് നമുക്ക് കോളേജിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഓഫീസിൽ പോകണമെങ്കിലോ പുറത്ത് പോകണമെങ്കിലോ ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മേക്കപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെന്താണ്, നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതെന്റെ ആദ്യത്തെ ഈ ഒരു മേക്കപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ അതിന്റെ കുറെ പാകപ്പിഴകളൊക്കെ കാണും, നിങ്ങളൊന്ന് ക്ഷമിക്കണം. പിന്നെന്താ, അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതുതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.